നിതീഷ് കുമാർ എന്തുകൊണ്ടാണ് ഇപ്പോൾ മറുകണ്ഠം ചാടുന്നത്? അതിന് തന്നെ ദേശീയ ദിനപത്രങ്ങൾ നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്: തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടത്ര വ്യക്തതയില്ലായ്മയുണ്ട്, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിതീഷിനെ ഉയർത്തിക്കാട്ടിയില്ല, സീറ്റ് വിഭജനം എവിടെയും എത്തിയില്ല. ഇതൊക്കെ നമുക്ക് സാധാരണഗതിയിൽ ഒരു മുന്നണിയിൽ പറയാവുന്ന ന്യായമായ കാരണങ്ങളാണെങ്കിലും നിതീഷ് ഇത്രയും കാലം പറഞ്ഞ രാഷ്ട്രീയമുണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ പറയും കുടുംബാധിപത്യം, ഇങ്ങോട്ട് വരുമ്പോൾ പറയും വർഗീയത. ഇങ്ങനെ ഒരു 5 തവണ നിതീഷ് കുമാർ മറുകണ്ഠം ചാടിക്കൊണ്ടേ ഇരുന്നുവല്ലോ. എന്നിട്ട് പിന്നെ ഒരു സാധാരണ കാരണങ്ങൾ പറഞ്ഞ് ഒരു കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്നം കൊടുത്തു എന്ന് പറഞ്ഞ് അങ്ങനെ എളുപ്പത്തിൽ മാറാൻ കഴിയുമോ? ബീഹാറിലെ രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാർ ഒരു ഫോർമഡബിൾ ഫോഴ്സ് തന്നെയാണ്. ഏറ്റവും വലിയ പാർട്ടി ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടി 85 സീറ്റുണ്ട്. ഒവൈസിയുടെ 5 MLA കൂടി അദ്ദേഹത്തിന്റെ പാർട്ടി ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് 85 സീറ്റുണ്ട്. എന്നാൽ നിതീഷ് കുമാറിന് 45 സീറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ 45 സീറ്റ് നേരെ പകുതി സീറ്റ് ഉണ്ടെങ്കിലും ലാലു പ്രസാദ് യാദവ് എപ്പോഴും നിതീഷ് കുമാറിനെയാണ് മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടിരുന്നത്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പരിചയവും സോഷ്യലിസ്റ്റ് പാരമ്പര്യവും കണക്കിലെടുത്തുകൊണ്ട്. എന്നാൽ ഇപ്പോൾ നിതീഷ് കുമാർ മാറിയതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാനതാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്, കോൺഗ്രസ് അദ്ദേഹത്തോട് ഒരു നീതി കാട്ടിയില്ല. ഈ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലെ വിവിധ പ്രതിപക്ഷ പാർട്ടികളെല്ലാം യോജിപ്പിച്ചുകൊണ്ട് 28 രാഷ്ട്രീയ പാർട്ടിയുടെ ഇന്ത്യ ബ്ലോക്ക് എന്ന മുന്നണിയുടെ ആർക്കിടെക്ട് നിതീഷ് കുമാർ തന്നെയാണ്. പിന്നീടാണ് കോൺഗ്രസ് മടിച്ച് രംഗത്ത് വരുന്നത്. പക്ഷേ ആ നിതീഷ് കുമാർ ആദ്യത്തെ പാറ്റ്ന യോഗത്തിൽ വെച്ച് തന്നെ കൺവീനറാകാൻ ആഗ്രഹിച്ചിരുന്നു. ആ കൺവീനറാക്കിയിൽ നിന്ന് മാത്രമല്ല, പിന്നീട് ബാംഗ്ലൂരിലും ഡൽഹിയിലും നടന്ന സമ്മേളനങ്ങളിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും തയ്യാറായില്ല. രണ്ടാമതായിട്ട് മമതാ ബാനർജി നിതീഷ് കുമാറിനെ കടത്തിവെട്ടിക്കൊണ്ട് ഖാർഗെയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചപ്പോൾ നിതീഷ് കുമാറിന് മനസ്സിലായി ഇനി ഇന്ത്യ മുന്നണിയിൽ നിന്നിട്ട് കാര്യമില്ലെന്ന്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയിൽ ഉള്ള അവഗണന, അതിന്റെ ആർക്കിടെക്ട്, ഇന്ത്യ മുന്നണിയെ കരുപിടിപ്പിച്ച ആളോട് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ കാണിച്ച അവഗണന തീർച്ചയായിട്ടും നിതീഷ് കുമാറിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ നികേഷ് സാർ പറഞ്ഞ പോലെ ഇതൊന്നും ഒരു മുന്നണി വിട്ടുപോകാൻ പര്യാപ്തമല്ല. രാജ്യത്ത് വർഗീയതയും വിലക്കയറ്റവും പാവപ്പെട്ടവരോടുള്ള അതിക്രമങ്ങളും ദളിതന്റെ മേലും പിന്നോക്കക്കാരന്റെ മേലും ന്യൂനപക്ഷങ്ങളുടെ മേലും അതിക്രമം നടക്കാത്ത ഒരു ദിവസവുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ലോഹിയുടെ പാരമ്പര്യമുള്ള ഒരാൾ ഇത്ര അവസരവാദം കാണിച്ചത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ തിരിച്ചടിയാണ്, പുരോഗമന ശക്തികൾക്ക് വലിയ തിരിച്ചടിയാണ്. ബാക്കിയുള്ള ഇന്ത്യ ബ്ലോക്കിലെ ഘടകകക്ഷികൾ എല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് ബീഹാറിൽ പകുതി സീറ്റെങ്കിലും ശ്രമിക്കുന്നതാണ് ഇനി അവർക്ക് ഏറ്റവും. തുടരുക ഡോക്ടർ വർഗീസ് ജോർജ്. അഡ്വക്കേറ്റ് എസ് സുരേഷ്, BJP കരക്കിരുന്ന് കളി കാണുന്ന പാർട്ടിയല്ല. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അമിത്ഷായെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സന്ദർശനത്തിന് ശേഷം കാര്യങ്ങൾ വിശദീകരിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് BJP ഉദ്ദേശിക്കുന്നതെന്ന് സംബന്ധിച്ച് ഔദ്യോഗിക വെർഷൻ ലഭ്യമാണോ അഡ്വക്കേറ്റ് സുരേഷ്? അല്ല, ഔദ്യോഗികമായിട്ട് ഒന്നും പറയാൻ ഞാൻ ഈ സമയത്ത് ആളല്ല. ഈ അവസാനത്തെ ഇലക്ഷൻ ക്രൈസിസുമായി ബന്ധപ്പെട്ട് BJPയുടെ ദേശീയ തലത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു വക്താവെന്ന നിലയിൽ പറയാൻ ഞാൻ ആളല്ല. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ശ്രീ നികേഷ്, എന്ത് കണ്ടിട്ട് ഇന്ത്യ മുന്നണിയിൽ നിൽക്കണം? അതിനൊരു നേതാവുണ്ടോ? അതിനൊരു കോമൺ മിനിമം പ്രോഗ്രാമുണ്ടോ? അതിനൊരു കമ്മിറ്റിയുണ്ടോ? ഒരു ഹൈക്കമാൻഡോ ലോ കമാൻഡോ എന്തെങ്കിലും ഒരു കോർഡിനേഷൻ കമ്മിറ്റിയോ എന്തെങ്കിലും ഉണ്ടോ? ഇത് എന്തിനു വേണ്ടിയാണ് ഈ സാധനം? ഇപ്പോൾ അതൊരു വെർച്വൽ യോഗം പോലെ ആയിട്ടുണ്ട്, ഒരു വെർച്വൽ മുന്നണി പോലെ ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഓൺലൈനിലായിരുന്നു അവരുടെ യോഗമൊക്കെ നടന്നത്. ഒരു വെർച്വൽ മുന്നണിയായിട്ട് കഴിഞ്ഞ പ്രാവശ്യം അത് ശ്രീ JP നഡ്ഡ തന്നെ, BJPയുടെ ദേശീയ അധ്യക്ഷൻ തന്നെ പറഞ്ഞു ഇതൊരു വെർച്വൽ മുന്നണിയാണെന്ന് പറഞ്ഞു. Debate with MV Nigesh Kumar.